പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ബിസിനസ് സ്റ്റഡീസ് കൊമേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട പേപ്പറായ ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319ന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് അവതരിപ്പിക്കുന്നത്. 5ാമത്തെ ചാപ്റ്ററായ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് അതിന്റെ ആദ്യത്തെ പാർട്ട് എടുത്തു കഴിഞ്ഞു. ഇന്ന് 2ാമത്തെ പാർട്ടാണ്, ക്ലാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 സിലബസ് അപ്ഡേഷൻ വന്നത്. അതിനനുസരിച്ച് ബിസിനസ് സ്റ്റഡീസ് മൊത്തം 24 ചാപ്റ്ററിൽ നിന്ന് 23 ചാപ്റ്റർ ആയിട്ട് പുതിയ പുസ്തകമായി വന്നിട്ടുണ്ട്, റിവേഴ്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ആ 23 ചാപ്റ്ററിൽ തന്നെ അതിന്റെ 60% ചാപ്റ്റേഴ്സ് മാത്രം പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന ചാപ്റ്റേഴ്സ് അസൈൻമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ 60%ൽപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് 5ാമത്തെ ചാപ്റ്ററായ കമ്പനി ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ നമ്മൾ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനി, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഗവൺമെന്റ് കമ്പനി, ഡിഫറെന്റ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനി, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ തുടർച്ചയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഗൈഡ് വെച്ചിട്ടാണ്, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഗൈഡും ഓൾഡ് സിലബസ് അനുസരിച്ചുള്ള ഗൈഡും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഗൈഡ് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ അവൈലബിൾ ആണ്, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യും. നമുക്കറിയാം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞ് അതിന്റെ ആ ക്വസ്റ്റ്യൻസിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ 1-2 ചാപ്റ്റർ ഗൈഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ വന്നാലും മലയാളത്തിൽ ആൻസർ ചെയ്യാം. അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ എടുക്കുന്നത് ജോയിന്റ് വെഞ്ചർ. വാട്ട് ഈസ് ജോയിന്റ് വെഞ്ചർ? എന്താണ് സംയുക്ത സംരംഭം? അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്താണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്? 2 അതിലധികമോ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയോടെ രൂപീകരിക്കപ്പെട്ട സംരംഭത്തിൽ ആണ് എന്ന് പറയുന്നത് കേട്ടോ. 2 അതിലധികം, അതായത് യഥാർത്ഥ പങ്കാളിത്തമോ ഏകാളിത്ത പങ്കാളിത്തമോ ഇല്ലാതെ ലാഭത്തിനു വേണ്ടി ഒറ്റ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ 2 അതിലധികമോ കമ്പനി. അപ്പൊ 2 അതിലധികമോ ആയ കമ്പനികളുടെ ഒരു കൂട്ടുകെട്ടാണ്. 2 അതിലധികമോ ആയ കമ്പനികളുടെ ഒരു കൂട്ടുകെട്ടാണ് സംയുക്ത സംരംഭം എന്ന് പറയുന്നത്. അതിൽ യഥാർത്ഥ പങ്കാളിത്തമോ ഏകോപനമോ ഇല്ല. അവരുടെ ലക്ഷ്യം എന്താണ്? ലാഭമാണ്. യഥാർത്ഥ പങ്കാളിത്തമോ ഏകോപനമോ ഇല്ലാതെ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന 2 അതിലധികമോ കമ്പനികളുടെ ഒരു കൂട്ടുകെട്ടിനെയാണ് എന്താ പറയുന്നത്? സംയുക്ത സംരംഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മാർക്കറ്റിൽ മത്സരത്തിന് അനുകൂല സന്ദർഭങ്ങൾ വർദ്ധിപ്പിക്കാനും നഷ്ടം ലഘൂകരിക്കാനും ആനുകൂല്യം പങ്കുവെക്കാനുമാണ് കമ്പനികളും വ്യക്തികളും സംയുക്ത സംരംഭം. ഒരു സംയുക്ത സംരംഭങ്ങളിലേക്ക് കമ്പനികളോ വ്യക്തികളോ പ്രവേശിക്കുന്ന അവരുടെ ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക, അതേപോലെ തന്നെ മാർക്കറ്റിന് മത്സരങ്ങൾ വർദ്ധിപ്പിക്കുക, നഷ്ടം കുറക്കുക, ഇതൊക്കെയാണ് ലക്ഷ്യം. സംയുക്ത സംരംഭത്തിൽ ഒരു പുതിയ വാണിജ്യ അസ്തിത്വം സൃഷ്ടിക്കുന്നുണ്ട്. ബിസിനസ്സുകൾ തമ്മിലുള്ള ഒരു സംയോജിത പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എടുക്കാനുള്ളത് അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട രേഖകളിൽപ്പെട്ടാണ്. അതിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പനിയുടെ പ്രധാനപ്പെട്ട രേഖകളാണ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? ഓഹരി ഉടമകളുമായുള്ള ബന്ധം നിർവചിക്കാനായി ഒരു പരിമിത ബാധ്യത കമ്പനിയുടെ രൂപീകരണത്തിനും രജിസ്ട്രേഷൻ പ്രക്രിയയിലും തയ്യാറാക്കിയ നിയമപരമായ രേഖയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്.
പൊതുജനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പനിയുടെ പേര്, രജിസ്റ്റർ ചെയ്ത ഓഫീസിലെ ഭൗതിക വിലാസം, ഷെയർ ഹോൾഡർമാരുടെ പേരുകൾ, ഷെയർ വിധ ഇതൊക്കെ ഉണ്ട്. അപ്പൊ കമ്പനിയുടെ നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിൽ കമ്പനിയുടെ പേരുണ്ടാവും, രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, ആ കമ്പനിയുടെ ഭൗതിക വിലാസം ഉണ്ടാവും, ഷെയർ ഹോൾഡർമാരുടെ പേരും അവർ എത്ര ഷെയർ ഇറക്കി എന്നൊക്കെ കാണിക്കുന്ന കമ്പനിയുടെ നിയമപരമായ ഒരു രേഖയാണ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി ഇതേപോലെ തന്നെ വേറൊരു രേഖയാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയുടെ പ്രവർത്തനത്തിനുള്ള ചട്ടങ്ങൾ വ്യക്തമാക്കുകയും കമ്പനിയുടെ ഉദ്ദേശത്തെ നിർവചിക്കുകയും ചെയ്യുന്ന ഒരു പ്രമാണമാണ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ നടക്കണം, കമ്പനിയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയെന്നൊക്കെ കാണിക്കുന്ന ഒരു നിയമപരമായ പ്രമാണമാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഡയറക്ടർമാരെ നിയമിക്കുന്നതിനുള്ള പ്രക്രിയയും സാമ്പത്തിക രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിളും. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നല്ലൊരു ടേബിൾ വരച്ച് എഴുതുകയാണ് നല്ലത്. ഒരു കോളം മെമ്മോറാണ്ടം, അടുത്ത കോളം ആർട്ടിക്കിൾ ആണെങ്കിൽ വളരെ നന്നായിരുന്നു. മാർക്കിനനുസരിച്ചിട്ട് എഴുതാം. 4 മാർക്കിനാണ് 4 പോയിന്റ് മതി, 3 മാർക്കിനാണ് 3 പോയിന്റ്, 2 മാർക്കിനാണ് 2 പോയിന്റ് മതി. എന്താണ് മെമ്മോ? അപ്പൊ ഒരു വ്യത്യാസം നമുക്ക് ഇതിന്റെ മീനിങ്ങിനെ കൊടുക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാല് കമ്പനിയുടെ സംയോജനത്തിന് ആവശ്യമായ എല്ലാ അടിസ്ഥാന വിവരങ്ങളും ഉൾക്കൊള്ളുന്ന രേഖയാണ് മെമ്മോറാണ്ടം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കമ്പനിയെ നിയന്ത്രിക്കുന്ന എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും അടങ്ങിയ രേഖയാണ് ആർട്ടിക്കിൾ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ അധികാരങ്ങളും വസ്തുക്കളും മെമ്മോറാണ്ടത്തിൽ വരുന്നുണ്ട്. ആർട്ടിക്കിളിൽ വരുന്ന കമ്പനിയുടെ നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. മൂന്നാമതെന്ന് പറഞ്ഞാല് മെമ്മോറാണ്ടത്തിൽ എന്ന് പറഞ്ഞാല് ഇത് കമ്പനി നിയമത്തിന് കീഴിലാണ് മെമ്മോറാണ്ടം എന്ന് വരുന്നത്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാല് ഇത് മെമ്മോറാണ്ടത്തിന് കീഴിലാണ്. ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു മെമ്മോറാണ്ടത്തിൽ 6 ക്ലോസുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തെരഞ്ഞെടുത്ത നിയമങ്ങളും ലേഖനങ്ങളും അടങ്ങിയിട്ടുണ്ട്. അടുത്ത മെമ്മോറാണ്ടത്തിൽ എല്ലാ കമ്പനികൾക്കും നിർബന്ധമാണ് മെമ്മോറാണ്ടം. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഷെയറുകൾ പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു പൊതു കമ്പനിയിലേക്ക് ലേഖനങ്ങളുടെ സ്ഥാനത്ത് പട്ടിക സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി മെമ്മോറാണ്ടം എന്ന് പറയുന്നത് കമ്പനിയും പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധമാണ് മെമ്മോറാണ്ടം. ഒരു കമ്പനിയിലുള്ള ആളും പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധമാണ്. ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കമ്പനിയും അതിന്റെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് വിവരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് പബ്ലിക് സെക്ടർ ആൻഡ് എന്റർപ്രൈസ്? എന്താണ് പൊതുമേഖലാ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ? പൊതുമേഖലാ സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂട്ടുടമസ്ഥതയിലുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ. ഒന്നില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെങ്കിൽ സെൻട്രലും സ്റ്റേറ്റും പാട് കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പൊതുമേഖലാ സംരംഭങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും ജനസേവനത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ പൊതുമേഖലാ സംരംഭങ്ങൾ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്താണ് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊതു കോർപ്പറേഷനുകൾ എന്നാണ്. പാർലമെന്റോ നിയമസഭയോ പാസ്സാക്കുന്ന പ്രത്യേക നിയമം അനുസരിച്ച് സ്ഥാപിക്കുന്ന കമ്പനിയാണ് എന്ന് പറയുന്നത് പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷ്യം, അധികാരം, പ്രവർത്തന മേഖല എന്നിവയെല്ലാം നിയമത്തിൽ വ്യവസ്ഥ ചെയ്ത പ്രകാരമായിരിക്കും. അതിനാവശ്യമായ പണം മുഴുവൻ നൽകുന്നത് ഗവൺമെന്റ് ആണെങ്കിലും കോർപ്പറേഷൻ സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമായിരിക്കും. ഉദാഹരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC ഒക്കെ വരുന്നത്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. ഡിപ്പാർട്ട്മെന്റ് സംരംഭം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഏറ്റവും പഴയ രൂപത്തിലുള്ള സംരംഭങ്ങളാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് സംരംഭങ്ങൾ വരുന്നത്. തപാൽ വകുപ്പ്, റെയിൽവേ, ടെലികമ്മ്യൂണിക്കേഷൻ, റേഡിയോ, ദൂരദർശൻ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായ ഒന്നാണ്. ഈ സംരംഭങ്ങളുടെ മൂലധനത്തിന് ഗവൺമെന്റിന്റെ വാർഷിക ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ മാനേജ്മെന്റ് നിയന്ത്രണവും മന്ത്രി കാര്യാലയത്തിൽ നിക്ഷിപ്തമായിരിക്കും. ഈ സ്ഥാപനങ്ങൾക്ക് ധനപരമായ സ്വയം ഭരണാധികാരമില്ല. അതിന്റെ വരുമാനമെല്ലാം ഗവൺമെന്റ് ട്രഷറി അറിയിക്കണം. ചിലവിൽ തുക ട്രഷറിയിൽ നിന്ന് അനുവദിക്കണം. ബഡ്ജറ്റ്, വരവ് ചിലവ് കണക്ക്, ഓഡിറ്റ് എന്നിവ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ചട്ടങ്ങൾക്ക് വിധേയമായിരിക്കും എന്നുള്ളതാണ്.
അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ഗവൺമെന്റ് കമ്പനി? എന്താണ് ഗവൺമെന്റ് കമ്പനി? അടച്ചു തീർത്ത മൂലധനത്തിന്റെ 51% കുറയാത്ത തുക കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഒന്നിലേറെ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ ആണെങ്കിൽ അതിനെയാണ് ഗവൺമെന്റ്. അടച്ചു തീർത്ത മൂലധനത്തിന്റെ 51% കുറയാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ഒക്കെ ആണെങ്കിൽ അതിനെയാണ് എടുത്തത് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, നെയിം എനി 2 ഇമ്പോർട്ടന്റ് ഗോൾ ടു ബി അച്ചീവ്ഡ് ത്രൂ പബ്ലിക് എന്റർപ്രൈസസ്. പൊതുമേഖലയിൽ ബിസിനസ് സ്ഥാപനങ്ങളെ സ്ഥാപിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? എന്തിനാണ് ഈ പൊതുമേഖലയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ? സദന വ്യവസായ വികസനം നടത്തുക, കുത്തക വളരുന്നത് നിയന്ത്രിക്കുക, ആവശ്യ വസ്തുക്കൾ ന്യായമായ വിലക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക, മറ്റ് വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായ വ്യവസായങ്ങൾ സ്ഥാപിക്കുക, ഗതാഗതം, വൈദ്യുതി, ഇതൊക്കെ. ഇനി അടുത്ത ചോദ്യമാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസും പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നതാണ്. പൊതുമേഖല എന്ന് പറഞ്ഞാൽ സർക്കാർ ഉടമസ്ഥതയാണ്, പ്രൈവറ്റ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഉടമസ്ഥതയാണ്. അതേപോലെ തന്നെ പൊതുമേഖല എന്ന് പറയുന്നത് സർക്കാർ നിയന്ത്രണമാണ്, പ്രൈവറ്റ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ നിയന്ത്രണമാണ്. മൂന്നാമത്തെ പൊതുമേഖല എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ നിയമപരമായ നിയന്ത്രണമുണ്ട്, പ്രൈവറ്റ് ആണെങ്കിൽ നിയമപരമായ നിയന്ത്രണം ഇല്ല. പൊതുമേഖലക്ക് സർക്കാർ ധനാണ്, സ്വകാര്യ മേഖലക്ക് സ്വകാര്യ ധനായിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യമാണ്, ഹൗ ടു പബ്ലിക് എന്റർപ്രൈസ് ഹെൽപ്പ് ഇൻ റെഡ്യൂസ് ദി എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇൻ ദ കൺട്രി. സാമ്പത്തിക അസമത്വം കുറക്കുന്നതിന് പൊതുമേഖലാ സംരംഭങ്ങൾ എങ്ങനെ സഹായിച്ചോ? 1991 വ്യവസായ നയ പ്രമേയത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് വ്യവസായ വികസന രംഗത്ത് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് സ്വകാര്യ മേഖലയിലെ സംരംഭകരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉതകുന്ന പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കി നയപരമായ പല പുതിയ തീരുമാനങ്ങളും കൈക്കൊണ്ടു ദേശരക്ഷാപരവും തന്ത്രപരമായ ചില മേഖലകൾ ഒഴിച്ച് എല്ലാ മേഖലകളിലും വ്യവസായ ലൈസൻസ് സമ്പ്രദായം നിർത്തലാക്കി എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ടു ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. പബ്ലിക് കോർപ്പറേഷന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? ഒന്നാമത് സ്വയം ഭരണാധികാരം കടലാസിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. രണ്ടാമത് കുത്തക വിളയാട്ടം. 3 അയവില്ലാത്ത ഘടന. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദി ബെനിഫിറ്റ്സ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഓവർ എ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഡിപ്പാർട്ട്മെന്റൽ സംരംഭങ്ങളെ അപേക്ഷിച്ച് പബ്ലിക് കോർപ്പറേഷനുകളുടെ ഗുണങ്ങൾ എന്തെല്ലാം? പബ്ലിക് കോർപ്പറേഷനുകൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? എളുപ്പത്തിൽ രൂപീകരിക്കാം, പാർലമെന്റിന്റെ നിയന്ത്രണമുണ്ട്, ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ടാണ്, രഹസ്യ സ്വഭാവമുണ്ട്, പണത്തിന്റെ ശരിയായ വിനിയോഗം വരുന്നുണ്ട്, സർക്കാർ വരുമാനം കൂടുന്നുണ്ട്, ഫലപ്രദമായ സാമ്പത്തിക നിയന്ത്രണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്, പിന്നെ പബ്ലിക് കോർപ്പറേഷന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ്, ഹൗ ടു പബ്ലിക് എന്റർപ്രൈസ് ഹെൽപ്പ് ഇൻ റെഡ്യൂസ് ദി എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇൻ ഇന്ത്യ. സാമ്പത്തിക അസമത്വം കുറക്കുന്നതിന് പൊതുമേഖലാ സംരംഭങ്ങളെ എങ്ങനെ സഹായിച്ചു? ആദ്യഘട്ടത്തിൽ എന്ന പോലെ സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണം പരിശോധിക്കാനായി പൊതു സംരംഭങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. സ്വകാര്യ മേഖലയിൽ കുറച്ച് വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവ കനത്ത വ്യവസായങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറായിരുന്നു. തൽഫലമായി സമ്പത്ത് കുറച്ച് കൈകളിൽ കേന്ദ്രീകരിക്കുകയും കുത്തക സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വീണ്ടെടുക്കാനായി പൊതുമേഖല വലിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. അതിനാൽ ആനുകൂല്യങ്ങളും വരുമാനവും ധാരാളം ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഇടയിൽ പങ്കിടുന്നു. രാജ്യത്തെ സാമ്പത്തിക അസമത്വം കുറക്കുന്നതിന് പൊതുമേഖലാ സംരംഭങ്ങൾ സഹായിക്കുന്നു. അടുത്ത ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് ഫോർമേഷൻ ഓഫ് കമ്പനി ആൻഡ് ഡിസ്കസ് 4 സ്റ്റേജ് ഓഫ് ഫോർമേഷൻ. ഒരു കമ്പനിയുടെ രൂപീകരണത്തെ കുറിച്ച് ഹ്രസ്വമായി വിശദീകരിക്കുകയും കമ്പനി രൂപീകരണത്തിന്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ്. കമ്പനി രൂപീകരണം എന്നത് നിയമാനുസൃതമായ ഒരു പ്രക്രിയയാണ്. പുതിയൊരു ബിസിനസ് സംരംഭം ആരംഭിക്കുമ്പോൾ ശരിയായ സർക്കാർ സംവിധാനത്തിൽ ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നതും അതിന്റെ നിയമപരമായ ഘടന നിർവചിക്കുന്നതും അത് പ്രവർത്തനക്ഷമമാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും ഇതിൽപ്പെടുന്നത്. കമ്പനി രൂപീകരണം എന്നത് ഒരു ബിസിനസ് സ്ഥാപനം കമ്പനി നിയമം അനുസരിച്ച് ലിമിറ്റഡ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്ന പ്രക്രിയയാണ്.
ഒരു കമ്പനി രൂപീകരണത്തിന് പ്രധാനമായ 4 ഘട്ടങ്ങളാണ്. ഒന്ന് പ്രൊമോഷൻ ഘട്ടമാണ്. കമ്പനിയെ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുന്ന മാർക്കറ്റിങ്ങും പ്രൊമോഷണൽ പ്രവർത്തനങ്ങളാണ് ഇതിൽ പെടുന്നത്. വിപണിയിലേക്ക് ശക്തമായി കടന്നു കയറുകയും കമ്പനിയുടെ വളർച്ചയ്ക്ക് കളമൊരുക്കുകയുമാണ് ലക്ഷ്യം. പ്രൊമോട്ടർമാർ ഒരു ആശയം കൊണ്ടുവരികയും ആ ആശയത്തെ പ്രവൃത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഉദാഹരണം, ധീരുഭായ് അംബാനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പ്രൊമോട്ടർ. രണ്ടാമത് വരുന്ന രജിസ്ട്രേഷൻ ഘട്ടമാണ്. ഒരു കമ്പനി ശരിയായി രൂപീകരിക്കുന്നത് അത് കൃത്യമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ്. അതിനായി ചില പ്രധാന രേഖകൾ അത്യാവശ്യമാണ്. അതിലൊന്നാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ഇവ ശരിയായി സ്റ്റാമ്പ് ചെയ്ത് ഒപ്പിട്ടിരിക്കണം. പബ്ലിക് കമ്പനിക്ക് കുറഞ്ഞ 7 അംഗങ്ങളും പ്രൈവറ്റ് കമ്പനിക്ക് 2 അംഗങ്ങളും ഉണ്ടായിരിക്കണം. അടുത്തത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒപ്പിട്ട എല്ലാ അംഗങ്ങളും ആർട്ടിക്കിൾ വേണം. ഡയറക്ടർമാരുടെ മുഴുവൻ വിശദാംശങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഡയറക്ടർമാരുടെ രേഖാമൂലമുള്ള സമ്മതം ഇതിൽ കാണിക്കുന്നുണ്ട്. കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസിന്റെ കൃത്യമായ മേൽവിലാസമുണ്ട്. ഒരു ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ അഭിഭാഷകൻ ഒപ്പിട്ട സത്യവാങ്മൂലമുണ്ട്. ഹൈക്കോടതിയിൽ ഹാജരാവാൻ അർഹതയുള്ള ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ പ്ലീഡർ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ നിയമങ്ങളുടെ ആവശ്യകതകൾ പരാമർശിക്കുന്ന ലേഖനത്തിൽ സൂചിപ്പിക്കുന്ന ഒരു അംഗീകൃത വ്യക്തികൾ ആവശ്യമായ രേഖകൾ നിശ്ചിത ഫീസ് സഹിതം രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുക. രജിസ്ട്രാർ രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. അടുത്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. കമ്പനി രജിസ്റ്റർ രേഖകൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ആവശ്യമായ രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പേര് രജിസ്റ്റർ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഈ സർട്ടിഫിക്കറ്റിൽ കമ്പനിയുടെ പേരും അനുവദിച്ച തീയതിയും രജിസ്ട്രാറിന്റെ മുദ്രയോടുകൂടി ഒപ്പടങ്ങിയിട്ടുണ്ട്. പിന്നെയാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. കമ്പനി പ്രൈവറ്റോ പബ്ലിക്കോ ആണെങ്കിലും ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം ഉടൻ തന്നെ കമ്പനി ആരംഭിക്കാൻ കമ്പനിയുടെ നിയമം അനുവദിക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, ഡിസ്കസ് ഗവൺമെന്റ് റൂളിംഗ് പ്രൊമോട്ടിംഗ് പ്ലാനഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ആസൂത്രിത സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ പങ്ക് എന്ത്? നയങ്ങളിലൂടെയും ഇടപെടലുകളുടെയും സർക്കാർ ആസൂത്രിതമായ സാമ്പത്തിക വികസനം സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് തന്ത്രപരമായ വിഭവങ്ങൾ അനുവദിക്കാനും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ നടപ്പിലാക്കുവാനും വിപണികളെ നിയന്ത്രിക്കാനും പ്രധാന വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും കഴിയും. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ പുരോഗതിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനും ദീർഘകാല വീക്ഷണത്തിനും ഏകോപന ശ്രമങ്ങൾക്കും ആസൂത്രണം അനുവദിക്കുന്നു. എന്നിരുന്നാലും വിജയകരമായ ആസൂത്രിത വികസനത്തിന് ഫലപ്രദമായ നിർവഹണം മുന്നൊരുക്കം അത്യാവശ്യമാണ് എന്നതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് SSLC+2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതുന്ന 3 മാസത്തിന്റെ +2 SSLCയും 6 മാസത്തിന്റെ നൽകുന്നുണ്ട്. ഈ ഗിനോശ്രീ നാരായണഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.